ഹരേ കൃഷ്ണ. ഹരേ ശ്രീ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ആദിലീല 10-ാം അധ്യായം ചൈതന്യ വൃക്ഷ ശാഖകൾ ശ്ലോകങ്ങൾ 159 മുതൽ 164 വരെയുള്ള ശ്ലോകങ്ങൾ, 6 ശ്ലോകം. അവസാനത്തെ 159. ഏയ് മദാം സാഖ്യായീത ചൈതന്യ ഭക്തഗണാം ദിൻമാത്രാ ലിഖി സമ്യക് നയായ കഥനാം. ഏയ് മദാം സംഖ്യാതീത ചൈതന്യ ഭക്തഗണാം ദിൻമാത്ര ലിഖി സമ്യക് നയയാ കഥനാം. ഏയ് മദാ സംഖ്യാതീത ചൈതന്യ ഭക്തഗണാം ദിൻമാത്ര ലിഖി സമ്യക് നയയാ കഥനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഏ മത സംഖ്യാതീത ചൈതന്യ ഭക്തഗണ ദിങ്മാത്ര ലേഖി സംയജ്ഞായ കഥന. പ്രധാന പദാർത്ഥം: ഏയ് മത, ഈ വിധത്തിൽ, സംഖ്യാതീത, അസംഖ്യം, ചൈതന്യ ഭക്തഗണ, ചൈതന്യ ഭഗവാന്റെ ഭക്തന്മാർ, ദിങ്മാത്ര, വളരെ ചെറിയ ഒരു ഭാഗം മാത്രം, ലിഖി, ഞാൻ എഴുതി, സംയക്, പൂർണ്ണമായി, ന, കഴിയില്ല, യായ, സാധ്യമാവുക, കഥന, വിശദീകരിക്കാൻ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ചൈതന്യ ഭഗവാന്റെ എണ്ണമറ്റ ഭക്തന്മാരുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഞാൻ ഈ ഭാഗത്തിൽ പട്ടികയാക്കിയത്. എല്ലാവരെയും പറ്റി പൂർണ്ണമായി വിവരിക്കുക അസാധ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 160. ഏകൈക സാക്ഷാഘാതേ ലാഗേ കോടി കോടി ദാള താരാ ശിഷ്യ ഉപശിഷ്യ താരാ ഉപദാളാം. ഏകൈക ശാഖേതേ ലാഗേ കോടി കോടി ദാള താരാ ശിഷ്യ ഉപശിഷ്യ താരാ ഉപദാളാം. ഏകൈക ശാഖാതേ ലാഗേ കോടി കോടി ദാള താരാ ശിഷ്യ ഉപശിഷ്യ താരാ ഉപദാളാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഏകൈക ശാഖാദേ ലാഗേ കോടി കോടി ഡാല താരാ ശിക്ഷ ഉപശിക്ഷ താര ഉപഡാല. പ്രധാന പദാർത്ഥം: ഏക ഏക, ഓരോന്നിനും, ശാഖാദേ ശാഖ, ലാഗേ വളരുക, കോടി കോടി, കോടിക്കണക്കിന്, ഡാല തളിരുകൾ, താര അദ്ദേഹത്തിന്റെ, ശിക്ഷ ശിഷ്യന്മാർ, ഉപശിക്ഷ ഉപശിഷ്യന്മാർ, താര അദ്ദേഹത്തിന്റെ, ഉപഡാല ഉപശാഖകൾ. വിവർത്തനം: വൃക്ഷത്തിന്റെ ഓരോ ശാഖയിൽ നിന്നും കോടിക്കണക്കിന് ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ഉപശാഖകൾ വളർന്നിരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. തന്റെ സമ്പ്രദായം ലോകത്തിൽ മുഴുവൻ വ്യാപിക്കണമെന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹമായിരുന്നു. അതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷ പരമ്പരയിൽ എല്ലാ ശാഖകളിലും അനേകം ശിഷ്യന്മാരുണ്ടാകണമെന്നുള്ള വളരെ വലിയ ആവശ്യമുണ്ട്. അവിടുത്തെ സമ്പ്രദായം ഏതാനും ഗ്രാമങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ബംഗാളിലോ ഭാരതത്തിലോ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ വ്യാപിക്കണം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ അംഗങ്ങൾ സന്യാസം സ്വീകരിക്കുന്നതിനെയും ചൈതന്യ ഭഗവാന്റെ സമ്പ്രദായം ലോകത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനെയും നാമമാത്രത്തിൽ ഭക്തന്മാരായവർ വിമർശിക്കുന്നത് അത്യന്തം ഖേദകരമാണ്. ആരെയെങ്കിലും വിമർശിക്കുന്നത് നമ്മുടെ ജോലിയല്ല. പക്ഷേ അവർ ഈ സമിതിയിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനാൽ യഥാർത്ഥ സത്യം പ്രസ്താവിക്കപ്പെടണം. ശ്രീ ചൈതന്യ മഹാപ്രഭു ലോകത്തിൽ മുഴുവൻ ഭക്തന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും ശ്രീല ഭക്തി വിനോദ ഠാക്കൂറും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇസ്കോൺ പ്രസ്ഥാനം ലോകത്തിലെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിഷ്കപട ഭക്തന്മാർ കൃഷ്ണാവബോധ പ്രസ്ഥാനം ലോകത്തിലെമ്പാടും വ്യാപിപ്പിക്കുന്നതിനെ രൂക്ഷമായി വിമർശിക്കുന്നതിന് പകരം അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 161. സകല വരീയ ആചേ പ്രേമഫൂലഫലേ ഭാസീല ത്രിജഗത കൃഷ്ണപ്രേമ ജലേ. സകല ഭാരീയ ആചേ പ്രേമഫൂലഫലേ ഭാസീല ത്രിജഗത കൃഷ്ണപ്രേമ ജലേ. സകല ഭാരീയ ആചേ പ്രേമഫൂലഫലേ ഭാസീല ത്രിജഗത കൃഷ്ണപ്രേമ ജലേ. നീലാംബർഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം: സകല എല്ലാം, ഭരിയ നിറച്ചു, ആഛെ ഉണ്ട്, പ്രേമ ഭഗവത് പ്രേമം, ഫുല പുഷ്പങ്ങൾ, ഫലേ ഫലങ്ങൾ, ഭാസായില കരകവിഞ്ഞൊഴുകുക, ത്രിജഗത് ത്രിലോകവും, കൃഷ്ണപ്രേമ കൃഷ്ണപ്രേമം, ജലേ ജലത്തിൽ.
വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. വൃക്ഷത്തിന്റെ ഓരോ ശാഖയും ഉപശാഖയും എണ്ണമറ്റ ഫലങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞതാണ്. ഇവ കൃഷ്ണപ്രേമത്തിന്റെ ജലത്തിൽ ലോകത്തെ നിമഗ്നമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. 162 ഏക ഏക ശാഖാര ശക്തി അനന്ത മഹിമാം സഹസ്രവദനെ യാരാദീതേ നാരേ സീമാം. ഏക ഏക ശാഖാര ശക്തി അനന്ത മഹിമാം സഹസ്രവദനെ യാരാദീതേ നാരേ സീമാം. ഏക ഏക ശാഖാര ശക്തി അനന്ത മഹിമാം സഹസ്രവദനെ യാരാദീതേ നാരേ സീമാം. ഗീതമാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ കണക്കിന് വായ്കളിൽ കേൾക്കണില്ലേ? ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഏക ഏക ഓരോന്നിലും ശാഖാര ശാഖ ശക്തി ശക്തി അനന്ത അളവറ്റ മഹിമ മഹിമകൾ സഹസ്രവദനെ ആയിരക്കണക്കിന് വായ്കളിൽ യാര ഏതിന്റെ ദിതെ നൽകുന്നതിന് ആരെ കഴിയാതായി തീരുന്നു. സീമ പരിധി. വിവർത്തനം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരുടെ ഓരോ ശാഖയ്ക്കും അളവറ്റ ആധ്യാത്മിക ശക്തിയും മഹിമയും ഉണ്ട്. ഒരുവന് ആയിരക്കണക്കിന് വായ്കളുണ്ടെങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങളുടെ സീമ വിവരിക്കാനാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 163. സംക്ഷേപേ കഹില മഹാപ്രഭുര ഭക്തഗണാം സമഗ്രപരിതേ നാരേ സഹസ്രവദനാം. സംക്ഷേപേ കഹില മഹാപ്രഭുര ഭക്തഗണാം സമഗ്രബലിതേ നാരേ സഹസ്രവദനാം. സംക്ഷേപേ കഹില മഹാപ്രഭുര ഭക്തഗണാം സമഗ്രബലിത നാരേ സഹസ്രവദനാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാന പദാർത്ഥം സംക്ഷേപെ ചുരുക്കത്തിൽ, കഹില വിവരിക്കുക, മഹാപ്രഭുവിന്റെ, ഭക്തഗണ ഭക്തന്മാർ, സമഗ്ര എല്ലാം, ബലിതെ പറയാൻ, നാരെ കഴിയില്ല. സഹസ്രവദന 1000 വദനങ്ങളുള്ള ശേഷഭഗവാൻ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭക്തന്മാരെ കുറിച്ച് ഞാൻ സംക്ഷേപമായി വിവരിച്ചു. 1000 നാവുള്ള അനന്തശേഷന് പോലും അവരുടെ എല്ലാം നാമാവലി പറയാനാവില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 164. ശ്രീ രൂപ രഘുനാഥ പദേ യാര ആശാം ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീ രൂപ രഘുനാഥ പദേ യാര ആശാം ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീ രൂപ രഘുനാഥ പദേ യാര ആശാം ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ജയമാജി. ഹരീഷ്ണ പ്രഭു, ഞാൻ വീട്ടിലല്ല, ബുക്ക് എടുത്തിട്ടില്ല. ഓക്കെ. ബസുഘോഷ് പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ രൂപ രഘുനാഥ പദേ യാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. പ്രധാന പദാർത്ഥം ശ്രീരൂപ ഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി, പദേ പത്മപാദങ്ങളിൽ, യാര ആരുടെ, ആശ പ്രതീക്ഷ, ചൈതന്യ ചരിതാമൃതം എന്ന് നാമമുള്ള ഗ്രന്ഥം കഹേ വിവരിക്കുന്നു. കൃഷ്ണദാസ ശ്രീല കൃഷ്ണദാസ ഗോസ്വാമി. ശ്രീ വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ ചൈതന്യ വൃക്ഷത്തിന്റെ താഴത്തടിയും സാഗോപസാഗകളും എന്ന 10ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണ്ണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച
ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാൻവിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാൻവിദാംസ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ ശിവാശഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവൈ നമാം മാധുര്യോജ്വലപ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാം ഗൗരഗുണാശക്തിവിഗ്രഹായ നമസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാവിരുദ്ധപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ ഗൗരാവിർഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഏച്ചായ ഘോഷായ കോരി ചരൺ ബന്ധൻ ജഹാമോത്തെ വിഘ്നാനാശ് അഭീഷ്ടപൂരൻ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ നമോ മഹോദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ ജയതാം സൃതോപങ്കോ മമ മന്ദമതേർഗതി മത്സർവസ്വപദാംബോജോ രാധാ മദനമോഹനോ ദിവ്യാവൃന്ദാരണ്യകൽപതിമതാം ശ്രീമദ്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ കർഷൺവേണുസ്വനൈർഗോപി ഗോപിനാഥശ്രിയേതുനാ തപ്തകാഞ്ജനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गदाधर शिवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे हे मदा संख्यादीदा चैतन्य भक्तगणाम दिन मात्र लिखी सम्यग्न याय कथनाम. I list in this way only a portion of the innumerable devotees of Lord Chaitanya. To describe them all fully is not possible. അങ്ങനെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യഗണങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ നൽകുന്നത്. ചൈതന്യ മഹാപ്രഭു തന്നെ ഉണ്ടാക്കിയ മരമാണ്. അവൻ ചൈതന്യ മഹാപ്രഭുവിനെ സ്വയം ആ മരമായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് അതിൽ നിന്നുള്ള ശാഖകൾ, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ്, അതെല്ലാം ശാഖകൾ പടർന്ന് പന്തലിച്ച് അതിലുണ്ടായ പുഷ്പങ്ങളും ഫലങ്ങളും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ശാഖകളുടെയും ഉപശാഖകളുടെയും പ്രധാനമായ കർത്തവ്യം. ആ പഴം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, കൃഷ്ണപ്രേമം തന്നെയാണ്. അപ്പൊ കൃഷ്ണപ്രേമം പൂക്കുന്ന ഈ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളും ഉപശാഖകളായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരാണ്. ഈ ശിഷ്യന്മാർ രണ്ട് തരം ശിഷ്യന്മാർ, രണ്ട് വിധം ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്ന ശിഷ്യന്മാരാണ്. ഒന്ന്
ബംഗാളിൽ നിന്ന് വരുന്ന നവദ്വീപ മായാപൂർ ഭാഗത്ത് നിന്ന് വരുന്ന ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആദ്യത്തെ 24 വർഷം നമുക്കറിയാം അത് നവദ്വീപിലായിരുന്നു. അപ്പോൾ അതിലുണ്ടായ അതിൽ നിന്ന് ആ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ശിഷ്യന്മാര് ഒരു ഗ്രൂപ്പ്. രണ്ടാമത് ചൈതന്യ മഹാപ്രഭു 1510 AD സന്യാസം സ്വീകരിച്ച് പിന്നെ 24 വർഷം വീഡിയോ ഓഫ് ചെയ്തോ സമാധി. അപ്പോ പിന്നീട് 24 വർഷം അദ്ദേഹം പുരിയിലാണ് അദ്ദേഹം പ്രചരണം നടത്തിയത്. അപ്പൊ അവിടെ ഉണ്ടായ ശിഷ്യന്മാരെ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പുകളടക്കം അനേകായിരം ആ ശാഖകള് ഉപശാഖകള് പിന്നെ ശിഷ്യങ്ങള് ഉപശിഷ്യന്മാര് ഇതെല്ലാം കൂടി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കാം. അപ്പോ അതിലെ പ്രധാനമായിട്ട് 6 ഗോസ്വാമിമാര് ഷഡ്ഗോസ്വാമിമാര്. അതിൽ അവസാനത്തെ ഗോസ്വാമിയായിട്ട് രഘുനാഥ് ദാസ് ഭട്ടാചാര്യ, രഘുനാഥ് ദാസ് ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വിവരണമായിരുന്നു കഴിഞ്ഞ 2 ശ്ലോകങ്ങളുണ്ടായത്. അദ്ദേഹം മുരാരി ഗുപ്ത, മുരാരി എന്ന് പറഞ്ഞ മകനാണ്. തപന മിശ്രയുടെ മകനാണ്. കാശിയിൽ വെച്ചത് ചൈതന്യ മഹാപ്രഭുവിനെ ഒന്നായിട്ട് സേവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാദിഷ്ടമായ പ്രസാദം കൊടുക്കുക, അദ്ദേഹത്തിന് ദേഹം ഒഴിഞ്ഞു കൊടുക്കുക എന്നീ സേവകൾ രഘുനാഥ് ഭട്ടഗോസ്വാമി ഏറ്റെടുത്തു. ചൈതന്യ മഹാപ്രഭുവിൽ വളരെ സംപ്രീതനായി. ചെറിയ കുട്ടിയാണപ്പോൾ. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു പുരിയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഒരു ചെറിയ അളവ് കാലം 8 മാസം രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ സേവിച്ച്, ഭഗവാനെ സേവിച്ച്, ജഗന്നാഥനെ സേവിച്ച് കഴിഞ്ഞുകൂടി. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് അദ്ദേഹം വൃന്ദാവനത്തിൽ പോയി രൂപ ഗോസ്വാമിയുടെ ശരണം പ്രാപിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സേവ എന്ന് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം പഠിക്കുക എന്നുള്ളതാണ്. ദിവസവും രൂപഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ പാരായണം, ഭാഗവത പാരായണം അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് 3 തരം ഈണത്തിൽ അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാമായിരുന്നു. അത്രയധികം മധുരവും മെലോഡിയസ് ആയിട്ടുള്ള ശബ്ദവും അതിൻ്റെ രീതിയും ഈണവും ഒക്കെയുള്ള ആളാണ്. അതുകൂടാതെ സർവപ്രധാനമായിട്ട് അതിലേക്ക് വരുന്ന ഭക്തി ഭാവരസം ഇതെല്ലാം ഏകോപിച്ചുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടിരിക്കുമ്പോൾ രൂപഗോസ്വാമിക്ക് അത്യധികം ആനന്ദമുള്ളതാകുന്നു. മാത്രമല്ല ഭഗവാനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ജ്ഞാനം രഘുനാഥ് ഭട്ടഗോസ്വാമിക്ക് സ്വയം ഉണ്ടാകുകയാണ്. അതിനുശേഷം അദ്ദേഹം വലിയൊരു പരമഭക്തനായിട്ട് മാറണം. അദ്ദേഹം ഷഡ്ഗോസ്വാമിയായിട്ട് ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും വൈഷ്ണവ നിന്ദ ഒരിക്കലും ചെയ്യില്ല. വൈഷ്ണവരെ ഒരിക്കലും നിന്ദിക്കാതെ അദ്ദേഹം, അഥവാ അവര് തെറ്റുകൾ ചെയ്താൽ പോലും അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ഭഗവാന്റെ സേവയിലല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം നോക്കണ്ട, അവരിലുള്ള ദോഷങ്ങൾ നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ഭഗവാന്റെ സേവയിലിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഭക്തന്മാരെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ പാടില്ല. ഇതൊക്കെ വൈഷ്ണവ ധർമ്മത്തിന്റെ ഭാഗമാണ്, വൈഷ്ണവ മര്യാദയുടെ ഭാഗമാണ്. അങ്ങനെ ഇതുപോലത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അത്രയധികം അതീന്ദ്രിയമായ തരത്തിൽ നിൽക്കുന്ന ഭക്തന്മാരെ, ഷഡ്ഗോസ്വാമി അടക്കമുള്ള ഭക്തന്മാർ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് എണ്ണിയാൽ തീരാത്താണ്. ഇന്യൂമറബിൾ. അവരെ കുറിച്ച് കുറച്ച് ഭാഗം മാത്രമേ കൃഷ്ണദാസ് ഗോസ്വാമി പറയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി കുറച്ചുകൂടി വിസ്തരിച്ച് പറയും പല ഭാഗങ്ങളായിട്ട്. എന്നാലും എല്ലാ ഭക്തന്മാരെയും ഒരിക്കലും അതിലടക്കം ചെയ്യാൻ പറ്റില്ല, അത്രയും ഭക്തന്മാരല്ല. കാരണം എന്താണ്? എന്തുകൊണ്ട് പറയണ്ട? ഏകീല ശാഖാതിലാകെ കൂട്ടിക്കൂടി ധാരാളം
Dala. Tara Shishya Uvashishya Tara Uvadala. From each branch of the tree have grown hundreds and thousands of branches of disciples and grand disciples. പിന്നെ പറഞ്ഞിരിക്കാൻ പറ്റും. ഓരോ ശാഖ ഇപ്പൊ ഏതാണ് നമുക്കൊന്ന് കണക്ക് നോക്കാൻ 100 മീതെ ഉണ്ടാവും. 10-60 മായാപ്പുഴത്തെയും നവദ്വീപിലത്തെയും 14 അടുത്ത് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു 100 മീതെ ശാഖകളുള്ള ഒരു വൃക്ഷമാണ്. അതിൽ ഓരോ വൃക്ഷത്തിനും ആയിരക്കണക്കിന് ഉപശാഖകൾ വരികയാണ്. അപ്പോൾ ലക്ഷങ്ങളുടെ മീതെ അങ്ങനെ ലക്ഷങ്ങൾ ശാഖകൾ അതിൻ്റെ ശാഖകൾ വരുമ്പോൾ കൂടിയെടുത്തായി തരും. പെട്ടെന്ന് അതിക്രമിച്ചു എണ്ണങ്ങനെ കവഞ്ഞു വീഴുകയാണ്. ഡിസൈബിൾസ് ഗ്രാൻഡ് ഡിസൈബിൾസ് ഇങ്ങനെ നീണ്ട് പന്തലിച്ച് കിടക്കുകയാണ്. വലിയൊരു ശൃംഖല തന്നെ, പരമ്പര ശൃംഖല തന്നെ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വിഷയം ഉദ്ഭവിക്കുകയാണ്. അതിൽ ഒരു ശാഖയാണ് നമ്മുടെ ഇസ്കോണിൻ്റെ രൂപാനുഗ. നമ്മുടെ രൂപാന ഈ ഷഡ്ഗോസ്വാമിയുടെ 6 ഓരോ ഗോസ്വാമിയുടെയും ഫോളോവേഴ്സായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് രാധാരമൺ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഗോപാലഭട്ട ഗോസ്വാമിയുടെയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ ഗോസ്വാമിമാരുടെയും ശിഷ്യന്മാരുടെ ബ്രാഞ്ചസ് വരെയാണ്. അതൊരു ബ്രാഞ്ചാണ് നമ്മുടെ ഗൗഡിയ മഠം. ഗൗഡിയ മഠത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഗൗഡിയ മഠത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇസ്കോൺ. കാരണം ഗൗഡിയ മഠത്തിന്റെ ഭാഗം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ആജ്ഞ എടുത്തുകൊണ്ട് ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശീലപ്രഭു, നമ്മുടെ ഫൗണ്ടറാചാര്യ, അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇസ്കോൺ. തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ എന്തായിരുന്നു? പടിഞ്ഞാറൻ രാജ്യത്ത് പോയിട്ട് പര്യടനം ചെയ്യണം, അവിടെ പ്രചരിപ്പിക്കണം, അവിടെ ഇരിക്കുന്ന നിർദോഷികളായിട്ടുള്ള ഭക്തന്മാരുടെയും ജീവാത്മാക്കളെ ഭക്തന്മാരായിട്ട് മാറ്റണം. ഇതൊക്കെയായിരുന്നു സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ഉത്തരവ്. ഇത് പാലിക്കാനായിട്ട് ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദ് ഇസ്കോൺ അമേരിക്കയിൽ പോകണം. അപ്പൊ അദ്ദേഹം ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി സ്ഥാപിച്ച 64 മഠങ്ങൾ, അതിൻ്റെ ഏതെങ്കിലും മഠത്തിനെ പ്രതിനിധീകരിച്ചല്ല അദ്ദേഹം അമേരിക്കയിൽ പോകണം. അമേരിക്കയിൽ പോയതിനു ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാണ് ഇസ്കോൺ. അപ്പൊ അതിൻ്റെ സ്ഥാപകനും ആചാര്യനും. സ്ഥാപക ആചാര്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് ഫൗണ്ടർ ആചാര്യ. ഫൗണ്ടർ മാത്രമല്ല, സ്ഥാപിച്ച ആളുകൾ മാത്രമല്ല, അതിൻ്റെ ഏക ആചാര്യനും കൂടിയാണ് ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദ്. അദ്ദേഹം അമേരിക്കയിൽ ധാരാളം പ്രചരിപ്പിച്ചു. കാരണം ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശമാണ്. ലോകത്തിലിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ മുക്കിലും മൂലയിലും ഒക്കെ എൻ്റെ പേര് മുഴങ്ങണം. അത് ഭക്തിവിനോദ് ഠാക്കൂർ എൻഡോസ് ചെയ്തു. ഭക്തി സിദ്ധാന്ത സരസ്വതി അത് അദ്ദേഹത്തിനെ കൊണ്ട് ഗ്രഹിപ്പിക്കാനായി. അപ്പോൾ അവിടെ ദീക്ഷ കൊടുക്കാനുള്ള ദീക്ഷ കൊടുത്തു തുടങ്ങി. കാരണം അദ്ദേഹം നിരന്തരമായിട്ട് പ്രചരിക്കുമ്പോൾ ദീക്ഷ ലെവലിൽ ഭക്തന്മാരുടെ ദീക്ഷ കൊടുക്കണം. അതൊരു ഭാഗമാണ്, പരമ്പരയുടെ ഭാഗമാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ഉത്തരം എന്താണ്? ആരും ഗൗഡിയ മഠത്തിലിരിക്കുന്ന ആരും ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്നുവരെ. എന്നാണ് ഒരു പ്രജ്വലമായിരിക്കുന്ന ഒരു ആചാര്യൻ വരുന്നവരെ എല്ലാവരും ക്ഷമയോടെ ഇരിക്കാനാണ് പറഞ്ഞത്, ഇനിഷ്യേഷൻ കൊടുക്കാതെ. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇൻസ്ട്രക്ഷൻ അങ്ങനെയല്ല. ചൈതന്യ മഹാപ്രഭു ഞാൻ തന്നെയാണ് ആചാര്യൻ, ഞാനാണ് ഈ ഓർഗനൈസേഷന്റെ എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ചെയ്തു. അപ്പൊ അതില് ധാരാളം മ്ലേച്ഛന്മാരെല്ലാം ചേർന്ന് അവരെ പിന്നീട് മാറുകയാണ്. അവരെല്ലാം ഉന്നത സ്ഥലത്തിലുള്ള ഭക്തന്മാരായിട്ട് മാറുകയാണ്. അപ്പൊ ഇത് ശിലാചപ്രഭു പറയുന്നുണ്ട്. ഗൗഡിയ സഭയിലത്തെ പല ആൾക്കാർക്ക് അത് രുചിച്ചില്ല. എങ്ങനെയാണ് ഈ എന്താ പറയാ പാശ്ചാത്യ രാജ്യത്തിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ബ്രാഹ്മണനാകാൻ കഴിയുക എന്ന കാലത്ത് അവർക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ദീക്ഷയും സന്യാസവും നിർലഭം ശീലബോധം കൊടുക്കുമ്പോൾ അതിനെ വിമർശിക്കാനായിട്ട്
ഗൗഡിയ സഭയിലത്തെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ചൈതന്യ നമ്മുടെ പ്രഭുപാദര് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി ദീക്ഷ കൊടുക്കുകയാണ്. അപ്പൊ അതിനകത്തും പരാതി പറയാൻ പറ്റില്ല, കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഏതെങ്കിലും മഠത്തിന്റെ അധിപനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഭക്തി സിദ്ധാന്ത സരസ്വതിയിലെ ഉത്തരവായിട്ടുള്ള ദീക്ഷ കൊടുക്കാൻ പാടില്ല, ഉത്തരവ് പാലിക്കണം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം സ്വന്തമായിട്ട് സ്ഥാപിച്ച ശേഷം അതിൻ്റെ ആചാരനെ മാറി, എന്നിട്ട് ദീക്ഷ കൊടുത്ത് സന്യാസി ദീക്ഷണം കൊടുത്ത് അങ്ങനെ എല്ലാ ആൾക്കാരെയും കൃഷ്ണാവത്തെ അദ്ദേഹം എത്തിക്കാം. ഇനിയിപ്പോ ആർക്കെങ്കിലും ഇവിടെ ആചാരൻ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണത്. കാരണം ശാഖകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശാഖയുടെ ഭാഗമായിട്ട് മാറുന്നു, അത് ശാഖയായിട്ട് മാറും. അപ്പോൾ ഇസ്കോണിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ടുള്ള ഉണ്ടാക്കാം, ഇസ്കോൺ പുറത്ത് വന്നിട്ട് ഉണ്ടാക്കാൻ നടത്തണം. ഇസ്കോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചൈതന്യ മഹാപ്രഭു ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭുപാദന്റെ ഉത്തരവ് ലംഘിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആചാര്യനാകാൻ പ്രചരിപ്പിക്കാൻ ഭയങ്കര കഴിവുണ്ട്, അങ്ങനത്തെ ഉള്ള മഹാഭാഗരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇസ്കോണിൽ ചേർന്നുകൊണ്ട് അവർക്ക് ഇസ്കോണിൽ വെളിയിൽ പോന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിന് ആചാരണം. അതാണ് ന്യായമായിട്ട് ചെയ്യേണ്ടത്. അതാണ് ശരിയായ ഉത്തമമായിട്ടുള്ള പ്രവൃത്തി. അതാണ് അധമമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ താൻ അർഹിക്കാത്ത, തനിക്ക് വിധിക്കപ്പെടാത്ത സ്ഥാനത്തിൽ കയറിപ്പറ്റി ഗുരുവായി ചമഞ്ഞ് നടക്കുക എന്നുള്ളത് ഒരു അധമമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. പ്രചരണം ഏറ്റവും നല്ല കാര്യമാണ്. പ്രചരിപ്പിക്കാൻ ത്രാണിയുള്ള ആൾക്കാര്, സ്വന്തമായിട്ടുള്ള ഓർഗനൈസേഷൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാര് അതുണ്ടാക്കിയ ശേഷം അതിൻ്റെ ആചാര്യനായിട്ട് മാറിയിട്ട് എന്നിട്ട് ദീക്ഷ കൊടുക്കണം. ശില പ്രഭുപാദ് ചെയ്ത എങ്ങനെയാണ് ശില പ്രഭുപാദ് ഗൗഡിയ സഭയത്തെ പ്രതിനിധീകരിക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് എങ്ങനെ ദീക്ഷ കൊടുത്തുവോ അതേപോലെ ഇപ്പോൾ പ്രഭുപാദ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ ഉല്ലംഘിച്ചില്ലേ? അപ്പോൾ ഈ ഡിഡ് നോട്ട് വയലേറ്റ്. പക്ഷേ ഇവിടെ പ്രഭുപാദ ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഗുരുക്കളായി മാറുന്നത്. അത് വളരെ അപലപനീയമായിട്ടുള്ളൊരു നടപടിയാണ്. ഇറ്റ്സ് വെരി അബോമിനബിൾ ആക്ട്. ചെയ്യാൻ പാടില്ലാത്തതാണ്. വളരെ മോശമായിട്ട് കാര്യമാണ് ചെയ്തത്. അവർക്ക് ഇതേപോലെ ഗുരുവാകണമെങ്കിൽ ഇതിൽ പ്രാണിയുണ്ട്, എനിക്ക് എൻ്റെ ബലത്തിൽ എനിക്ക് ഇവരെ കൃഷ്ണനിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയും നല്ലതാണ്. അത്രയും ഓർഗനൈസേഷൻ കൂടുതൽ ശാഖകളുടെ എണ്ണം കൂടുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇതാണ് ചെയ്യുമ്പോൾ യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാത് ന ഗതിഗതോപി എന്നെപ്പോഴും നമ്മൾ ഓർക്കണം. Genuine devotees of Lord Chaitanya Mahaprabhu must take pride in the spread of Krishna conscious movement instead of viciously criticizing its propaganda work. ശരിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അഭിലാഷം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ സന്തോഷമുള്ളൂ. ഇസ്കോൺ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്ന കാര്യം സന്തോഷിക്കുക. ഒരിക്കലും അതിനെ വളരെ ഇതായിട്ട് വിമർശിക്കാറില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സകല ഭാര്യ ആചേ പ്രേമഫൂലഫലേ ബസൈലാത്രി ജഗത കൃഷ്ണ പ്രേമ ജലേ. Every branch is a branch of trees full of innumerable fruits and flowers. They inundate the world with waters of love of Krishna. നേരത്തെ പറഞ്ഞാൽ ആ ശാഖയിൽ നിറയെ പഴങ്ങളാണ്. കൃഷ്ണപ്രേമാകുന്ന നിറയെ പഴം. ഈ പഴങ്ങളെല്ലാം വിതരണം ചെയ്ത് എന്താണ് ലോകത്തില് പ്രേമത്തിന്റെ ഒരു പൊയ്ക തന്നെ, പ്രേമത്തിന്റെ വലിയൊരു പൊയ്ക തിരുത്തിരിക്കുകയാണ് അവർ. കാരണം അത്രയും സിസ്റ്റമാറ്റിക്കാണ് ശാഖകള് ഡെവലപ്പ് ചെയ്തേക്കണേ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിലാഷപ്രകാരം. അതെല്ലാം പടർന്ന് പന്തലിച്ചിട്ട് ലോകം മുഴുവൻ കവറായി നിൽക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ ഓരോ ശാഖകളെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും രാജ്യമായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ പ്രദേശമായിട്ട് കണക്കാക്കാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെ മുക്കും മൂലയിലും ഈ ശാഖകൾ നിറഞ്ഞു നിൽക്കുകയാണെന്നോ. അപ്പോൾ അവരെ ലോകം മുഴുവൻ കൃഷ്ണപ്രേമമാകുന്ന ജലം ഒഴുക്കി. അതിനുശേഷം എന്താ? ഏകശാഖാരാശക്തി അനന്തമഹിമ സഹസ്രവദനയ്യാരാധീതേ നാരേ സീമാം. Each and every branch of Chaitanya Mahaprabhu's devotees has unlimited spiritual power and glory. Even if one had thousands of mouths, it will be impossible to describe the limits of their activities. അപ്പോൾ ഓരോ ശാഖയിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഭക്തന്മാർ, അവർക്ക് അനന്തമായിട്ടുള്ള ശക്തി, ആത്മീയമായ ബലം വളരെ കൂടുന്ന ആൾക്കാരവർ. ബലരാമൻ പ്രദാനം ചെയ്തിട്ടുള്ള ആത്മീയബലം ധാരാളം ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അവരുടെ ബലം എത്രയാണെന്ന് അവർക്ക് പോലും അറിയില്ല, ആർക്കും അറിയില്ല. അത്രത്തോളം പവർഫുൾ ആണ് ഈ ഭക്തന്മാരെ. അപ്പൊ അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ പ്രചരണങ്ങള് നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. 1000 നാവുണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ഈ ആക്ടിവിറ്റീസ്, പ്രചരണ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരെ, ശാഖകളായിരിക്കുന്ന ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ശിഷ്യന്മാരായിരിക്കുന്ന ശാഖകളെ എവിടെയെല്ലാം പോയി പ്രവർത്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നു, എന്തെല്ലാം നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നു, ഈ പരമ്പരയെ യോജിപ്പിക്കുന്നു, എന്നീ മഹത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. അതാണ് ദേ ഇൻയുഡേറ്റ് ദ വേൾഡ് വിത്ത് വാട്ടേഴ്സ് ഓഫ് ലവ് ഓഫ് കൃഷ്ണ. കൃഷ്ണപ്രേമം എന്നുള്ള ആ രസങ്ങൾ, ആ ജലനീര് കൊണ്ട് ലോകം മുഴുവൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ എന്താണത്തെ ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശാഖകളുടെ ഒരു ചെറിയ ഭാഗമായിട്ട് മാറും, ചില്ലയായിട്ടോ ഒരു ഇലയായിട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പരമ്പരയിലായി, ആ വൃക്ഷത്തിലായി. അതിനെ നമുക്ക് ദീക്ഷ എന്ന് പറയും. എന്നാൽ മാത്രമേ ആ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ശീലപ്രബോധന പറഞ്ഞ ദീക്ഷ ഒരു ഫോമലായിട്ടുള്ള കാര്യമാണ് പറയും. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഹൈദരാബാദില് ഒരു മാതാജി പെട്ടെന്ന് ശരീരം വിട്ടുപോയി. മാതാജി അത്യുന്നത ശ്രേണിയിലെ ഭക്തന്മാർ എല്ലാ സേവയും ഊട്ടി നടന്ന് ചെയ്യുന്ന ഒരു മാതാജിയായിരുന്നു. സകല ആൾക്കാർക്കും മാതാജിയുടെ സേവയിൽ അത്രയധികം എന്താ പറയുക ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടുണ്ട്. ശീലപ്രവാദ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെയൊക്കെയാണെപ്പെട്ട ആകസ്മികമായിട്ട് അവരുടെ ശരീരം വിട്ടുപോയി. അപ്പോൾ അതിൽ വളരെ ദുഃഖം തോന്നി. അതുപോലെ ഡിവോട്ടീസ് ഭയങ്കര അവർ വിലപിക്കാൻ തോന്നി, ഇത്രയും നല്ല ഡിവോട്ടി പോയല്ലോ. അത് മാത്രമല്ല അവർ ദീക്ഷ എടുത്തിട്ടുണ്ടായില്ല. ദീക്ഷ എടുത്തില്ലെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കും ഇതറിയാൻ ഭയങ്കര ആഗ്രഹം. അവസാനം അവർ പ്രഭാതം ബോംബെയിൽ പ്രഭാതത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു, ഇത്രയും ഉത്സാഹത്തോടുകൂടി വളരെയധികം സേവ ചെയ്യുന്ന 10 ആൾക്കാർക്ക് തുല്യമായിട്ടുള്ള സേവ ചെയ്യുന്ന മാതാജിയായിരുന്നു. മാതാജി ശരീരം വിട്ടുപോയി, അവർ ദീക്ഷ എടുക്കുന്നില്ല അങ്ങനെയെന്ന്. അതുകൊണ്ട് അവരുടെ ഗതി എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയണേ, ദീക്ഷയുടെ ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എപ്പോൾ അത്രയധികം ശുദ്ധമായ ഗുണത്തിൽ നിന്നുകൊണ്ട്, ശുദ്ധ സത്വത്തിൽ നിന്ന് കൃഷ്ണന്റെ സേവ മാത്രം കണ്ടുകൊണ്ട് അതിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ ഇന്റേണലി ദേ ആർ ഇനീഷ്യേറ്റഡ് ബൈ മീ. അപ്പോൾ അവർക്ക് ഫോർമാലിറ്റി ആവശ്യമാണ്. സാധാരണ ആൾക്കാർക്ക് ആ ഫോർമാലിറ്റി ആവശ്യമുണ്ട്. കാരണം അവർക്ക് ദീക്ഷ എടുക്കുമ്പോൾ ശേഷവുമായി ശരി അവർക്ക് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള സത്വഭാവത്തിലിരിക്കുന്ന ആൾക്കാരല്ല, കലർപ്പുണ്ടാവും, അവന് നിർമ്മലത്വം കുറച്ച് നഷ്ടപ്പെട്ടുണ്ടാവും. അതുകൊണ്ട് അവരെപ്പോഴും ശീലപ്രഭാതന്റെ ഇൻസ്ട്രക്ഷൻ എപ്പോഴും 100% ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് എന്തെങ്കിലും ദീക്ഷ അവരുടെ ആവശ്യമാണ്, അവർക്ക് മെമ്പറാണ്. കാരണം അവർക്ക് കുറേ രജോ ഗുണം തമോ ഗുണത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്.
പക്ഷേ ഹൈദരാബാദിലെ ശരീരമിട്ട മാതാജിക്ക് അങ്ങനെയില്ല. അവർ ശുദ്ധ സത്വത്തിൽ നിന്ന് എപ്പോഴും സേവ മാത്രം, എപ്പോഴും സേവരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഗുണങ്ങൾ ബാധിക്കില്ലേ അവർ ശുദ്ധ സത്വത്തിലിരിക്കും. അത് മീൻസ് ഷീ ഈസ് ഇന്റേണലി ഇനിഷ്യേറ്റഡ് ബൈ മീ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തിരിച്ച് ഹൈദരാബാദിൽ പോയിട്ട് വലിയൊരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്യും ഈ മാതാജിക്ക് വേണ്ടി. ഇതാണ് പ്രബോധ പറഞ്ഞത്. എൻ്റെ ഉദ്ദേശം ഞാൻ ദീക്ഷ വളരെ പ്രധാനമാണെന്ന് നമുക്ക് പറഞ്ഞു. പക്ഷെ ചില എക്സെപ്ഷണൽ കേസ് ഇതുപോലത്തെ ഭക്തി ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീക്ഷ എന്നുള്ള ഒരു ഫോർമാലിറ്റി, കാരണം അത് ഓൾറെഡി ഇനീഷ്യേറ്റഡ് ബൈ പ്രഭുവാദ്. അപ്പോൾ അവരുടെ ശക്തി ഏതാണ് ഇവിടെ പറഞ്ഞത്, അത്രയും ശക്തിയുള്ള ആൾക്കാരാണ് ഈ ശിഷ്യന്മാര്. അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വിസ്തരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കാണ് ബുദ്ധിമുട്ട് അല്ല, പിന്നെ ആർക്കൊക്കെ സംക്ഷേപേ കഹില മഹാപ്രഭുര ഭക്തഗണാം സമഗ്രപാലീതേ നാരേ സഹസ്രവദനാം. I have briefly described the devotees of Lord Chaitanya Mahaprabhu in different places. Even Lord Shesha, who has thousands of mouths, could not diss them all. ശേഷമാർ ആദിശേഷനായ പോലും അൺലിമിറ്റഡ് ആയിട്ടുള്ള നമുക്കറിയാം തലകളുള്ള പത്തികളുള്ള ശേഷനാഗാണ്, ബലരാമനാണ്. ഓരോ പത്തിയിലും ഓരോ യൂണിവേഴ്സ്, ഒരു എന്താ പറയുക കടുവ വലിപ്പം, അതേനാ കടുകുമണിയെ പോലെയുള്ള യൂണിവേഴ്സസ്, എണ്ണാതീതമായിട്ടുള്ള പ്ലാനറ്റ്സ് മുഴുവൻ റെസ്റ്റ് ചെയ്യുന്ന ശേഷനാണ്. അത്രയും നാവുകളുമുണ്ട്. അതുകൊണ്ട് അതിശേഷൻ കൃഷ്ണന്റെ മഹിമകൾ എണ്ണി പറയാൻ, പക്ഷേ എണ്ണിവിട്ട് മുഴുവൻ ഒഴിപ്പിക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് ഭക്തന്മാരുടെയും ആക്ടിവിറ്റീസ്. അങ്ങനെ ഭക്തന്മാരുടെ ആ പ്രവർത്തനങ്ങളും അതീത തരത്തിലുള്ളതാണ്. അപ്പോൾ അവരുടെ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല, അതിനെ വാഴ്ത്താനും കഴിയില്ല. ശേഷൻ ഉള്ള ആദിപുരുഷനെ പോലും നിശ്ചയെങ്കിൽ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരൂപ രഘുനാഥ പദേ യാര ആശ ചൈതന്യ ചിരുനമത കഹേ കൃഷ്ണദാസ. Praying at the lotus feet of Rupa Goswami and Raghunath Goswami, always as desiring their mercy, I, Krishnadasa, narrate Sri Chaitanya Charitamrita, following in the footsteps. Thus, in the Bhaktivedanta purports to Sri Chaitanya Charitamrita, Adilila, 10th chapter, in the matter of main trunk of Chaitanya tree, its branches and its sub-branches. അവസാനത്തെ പ്രയാണമാണ് രഘുനാഥ സ്വാമിയുടെ. അദ്ദേഹത്തിനെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അവസാനത്തെ അപേക്ഷ ഓരോ അധ്യായം കഴിയുമ്പോൾ കാണാം. ഓരോ അധ്യായം തുടങ്ങുന്നത് ഇവർ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവസാനിക്കുന്നത് ഇവരുടെ നന്ദി പറഞ്ഞു. ഇതാണ് സിസ്റ്റം, ഇൻസ്ട്രക്ഷൻ. കൃഷ്ണദാസ് കവിരാജ് എത്രയോ ഉന്നതത്തിലുള്ള ഭക്തനാണ്. പക്ഷെ അദ്ദേഹം സ്വയം എന്താണ്, അദ്ദേഹം ഇൻഫീരിയറാണ്. രൂപ ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, അവർ മഹാഗോസ്വാമി, അവരെവിടെ, ഞാനെവിടെ? അതുകൊണ്ട് എപ്പോഴും ദീനഭാവവും പരിജനഭാവമാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്കുള്ളത്. അദ്ദേഹം ഇവരുടെ രണ്ടുപേരുടെയും, രൂപ ഗോസ്വാമിയുടെയും രഘുനാഥദാസ് ഗോസ്വാമിയുടെയും കൃപ യാചിച്ചുകൊണ്ട് ഞാൻ ചൈതന്യ ചരിതാമൃതം അവരുടെ പിന്തുടർന്ന പാതയിൽ കൂടെ മാത്രം ഞാൻ ചൈതന്യ ചരിതാമൃതം എഴുതാം എന്നദ്ദേഹം പറയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി